1997 മുതൽ ഇന്ന് വരെ യാത്ര ചെയ്യുമ്പം മറ്റു നാട്ടുകാർക്ക് ഇന്ത്യക്കാരെ കുറിച്ചുള്ള വികാരങ്ങൾ, ചിന്തകൾ മാറി മാറി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ഇന്ത്യക്കാരോട് ചോദിക്കാൻ പണ്ടുണ്ടായിരുന്നത് പാമ്പാട്ടിമാരെ കുറിച്ചുള്ള കഥകളായിരുന്നു. നിങ്ങളുടെ നാട്ടിൽ സതി അനുഷ്ഠിക്കില്ലായിരുന്നു എന്ന് ചോദിച്ച ആളുകളാണ് എന്റെ ആദ്യകാല യാത്രയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നീട് യാത്ര ചെയ്യുമ്പം നിങ്ങൾ ഐറ്റിയുടെ വലിയ ആൾക്കാരാണല്ലേ, കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ ആൾക്കാരാണല്ലോ എന്ന് ചോദിച്ചു തുടങ്ങിയ ആ മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് ഇന്ത്യയിലുണ്ടായ പല പരിഷ്കാരങ്ങളെക്കുറിച്ച്, വലിയ ഹൈസ്പീഡ് ട്രെയിനുകളെക്കുറിച്ച് സ്വപ്നം കാണുന്നതിനെക്കുറിച്ച്, ഈ പട്ടേൽ പ്രതിമയെക്കുറിച്ചൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങുന്ന ഒരു കാലത്തിലേക്ക് നമുക്ക് മാറണം. അത് മാറിയേ പറ്റൂ. ജപ്പാനെക്കുറിച്ച് പറയുമ്പോൾ ബുള്ളറ്റ് ട്രെയിനുകളെക്കുറിച്ച് പറയുന്നത് പോലെ, അമേരിക്കയെക്കുറിച്ച് പറയുമ്പോൾ അവരുണ്ടാക്കിയ വലിയ മുന്നേറ്റങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ, നമ്മുടെ രാജ്യത്തെക്കുറിച്ചും അഭിമാനത്തോടെ നമുക്ക് പറയാനും, ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ രോമാഞ്ചം കൊള്ളണം. ദുബായ് ബുർജ് ഖലീഫ പണിയുമ്പോൾ മാത്രം നമുക്ക് രോമാഞ്ചം ഉണ്ടായ പോരാ. ചൈനയിലെ വൻമതിൽ കണ്ടിട്ട് മാത്രം നമുക്ക് രോമാഞ്ചം ഉണ്ടായ പോരാ. പണ്ടെന്നോ പണിത് ഒരു താജ്മഹലിന്റെ പേരിൽ മാത്രം രോമാഞ്ചം കൊണ്ടാ പോരാ. ഇന്നത്തെ കാലത്ത് പണിയുന്ന നിർമ്മിതികളുടെ പേരിൽ